വളർന്നു വരുന്തോറും ശിവയ്ക്ക് ശിവാംഗിയോടുള്ള സൗഹൃദം പ്രണയമായി മാറുകയും ശിവാംഗിയെ വിവാഹം കഴിക്കാൻ അവൻ അത്യധികം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ശിവ തൻ്റെയും ശിവാംഗിയുടെയും വീട്ടുകാരോട് ഈ കാര്യം അവതരിപ്പിക്കുകയും അവർ സന്തോഷപൂർവ്വം അവരുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ശിവയുടെയും ശിവാംഗിയുടെയും കല്യാണക്കാര്യം അറിഞ്ഞതും നാട്ടുകാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ശിവാംഗിക്ക് ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ശിവയ്ക്ക് എന്നും ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം മാത്രമായിരുന്നു. ശിവാംഗിയുടെ എതിർപ്പ് മനസ്സിലാക്കിയ ശിവ തൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ശിവാംഗിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതറിഞ്ഞ് ശിവയുടെയും ശിവാംഗിയുടെ വീട്ടുകാരും നാട്ടുകാരും അത്യധികം വിഷമിച്ചിരുന്നു. കാരണം അവർ ഒന്നിച്ചു കഴിയുന്നത് കാണാനായിരുന്നു ഏവരും ആഗ്രഹിച്ചത്. അപ്പോഴാണ് ആ ഗ്രാമത്തിലെ ഒരു സന്യാസിയെ അവർ കാണാൻ ശിവാംഗി ഒഴികെ ബാക്കി എല്ലാവരും അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. ശിവയുടെയും ശിവാംഗിയുടെയും വിവാഹകാര്യം അവർ ആ സന്യാസിയുടെ അടുത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. കാര്യം മനസ്സിലാക്കി കണ്ണടച്ചതും അദ്ദേഹം കണ്ടത് മഹാദേവനെയും മഹാദേവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നാഗത്തെയുമായി. ശിവാംഗിയുടെയും ശിവന്റെയും കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റു ചിലത് അദ്ദേഹം അവരോട് പറഞ്ഞു. കുറച്ച് ഗ്രാമങ്ങൾക്കപ്പുറം മഹാദേവന്റെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം തന്നെയുണ്ട്. അവിടുത്തെ വലിയ തിരുമേനിയോട് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഇതിനായുള്ള പരിഹാരം നൽകുന്നതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ആ സന്യാസി വലിയ തിരുമേനിയെ കാണാൻ അവരോട് ആവശ്യപ്പെട്ടത്? ശിവാംഗി തൻ്റെ സ്വപ്നത്തിൽ കണ്ട നാഗവും സന്യാസി കണ്ട നാഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ?